നമസ്കാരം. നമുക്കറിയാം UPA സർക്കാരിന്റെ കാലം മുതൽ തുടങ്ങിയിരുന്നതാണ് കേരളത്തിന്റെ എയിംസ് എന്ന സ്വപ്നം. എല്ലാ സംസ്ഥാനത്തും എയിംസ് ആരംഭിക്കുകയെന്ന സർക്കാർ നയത്തിൽ കേരളവും ഏറെ പ്രതീക്ഷിച്ചു. തിരഞ്ഞെടുപ്പ് കാലത്തും ബജറ്റ് കാലത്തും എയിംസുമായി ബന്ധപ്പെട്ട പ്രസംഗങ്ങളും ചർച്ചകളും കേരളത്തിന്റെ വിവിധ ദിക്കുകളിൽ നിന്ന് ഉയർന്നു. ചിലയിടത്ത് സമരങ്ങൾ നടന്നു, ചിലയിടത്ത് ആക്ഷൻ കമ്മിറ്റികൾ രൂപീകരിച്ചു, മറ്റു ചിലയിടങ്ങളിൽ എയിംസിന്റെ പേരിലുള്ള തകൃതിയായ ഭൂമി വിൽപ്പന. എന്നിട്ടും എയിംസ് എന്ന സ്വപ്നം കേരളത്തിന് ബാക്കിയായിരുന്നു. ഇപ്പോഴിതാ കേരളം കാത്തുകാത്തിരുന്ന എയിംസ് ഉറപ്പു നൽകിയിരിക്കുകയാണ് കേന്ദ്രമന്ത്രിയായ JP നദ്ദ. സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിയായപ്പോൾ മുതൽ നമ്മൾ കേരളം ആവർത്തിക്കുന്നതാണ് എയിംസ് എപ്പോൾ വരും എന്ന ചോദ്യം. തൃശൂരിലെ വികസനത്തിനൊപ്പം എയിംസും കേരളം ലക്ഷ്യം വെച്ചിരുന്നു. ബജറ്റ് പ്രഖ്യാപനത്തിലടക്കം വലിയ വാഗ്ദാനങ്ങൾ ഉണ്ടായ ഒന്നാണ് കേരളത്തിന് എയിംസ്. അതാണ് ഇപ്പോൾ കേന്ദ്രം ഉറപ്പു നൽകിയിരിക്കുന്നത്. സുരേഷ് ഗോപിയുടെ അടക്കം നിർണായകമായ കൈകൾ ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നാണ് കരുതേണ്ടത്. കേരളത്തിൽ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് സ്ഥാപിക്കാൻ ഇപ്പോൾ കേന്ദ്ര സർക്കാരിന്റെ പരിഗണനയിൽ ഇക്കാര്യം ഉണ്ട് എന്നാണ് കേന്ദ്രമന്ത്രി JP നദ്ദ ഇപ്പോൾ ഉറപ്പ് നൽകിയിരിക്കുന്നത്. ഘട്ടം ഘട്ടമായി ഓരോ സംസ്ഥാനങ്ങൾക്ക് എയിംസ് നൽകി വരുന്നുണ്ടെന്നും JP നദ്ദ പറഞ്ഞു. രാജ്യസഭയിൽ ജോൺ ബ്രിട്ടാസിന്റെ ചോദ്യത്തിന് തിരിച്ചടിയായി മറുപടി പറഞ്ഞുകൊണ്ടാണ് അടിവരയിട്ട് JP നദ്ദ ഇക്കാര്യം പറഞ്ഞിരിക്കുന്നത്. കേരളം മാതൃകാ സംസ്ഥാനമാണെന്നും അതിനാൽ എയിംസ് അനുവദിക്കുന്ന കാര്യത്തിൽ കേന്ദ്ര സർക്കാരിന്റെ തീരുമാനം എന്താണെന്നുമായിരുന്നു ബ്രിട്ടാസിന്റെ ചോദ്യം. എന്നാൽ എയിംസ് സ്ഥാപിക്കുന്നതിന് കോഴിക്കോട് സ്ഥലം കണ്ടെത്തി സംസ്ഥാനം കേന്ദ്രത്തിന് പദ്ധതി സമർപ്പിച്ചിട്ടുണ്ടെന്നും ബ്രിട്ടാസ് ചൂണ്ടിക്കാട്ടിയിരുന്നു. ആരോഗ്യരംഗത്ത് കേരളം കൈവരിച്ചത് മാതൃകാപരമായ നേട്ടമാണെന്നും കേരളം എയിംസ് അർഹിക്കുന്നുണ്ടെന്നുമാണ് ബ്രിട്ടാസ് പറഞ്ഞത്. ഇതിനെ തുടർന്നാണ് എയിംസ് കൂടുതൽ സംസ്ഥാനങ്ങളിലേക്ക് വ്യാപിപ്പിക്കുന്നത് പരിഗണനയിലാണെന്നും കേരളം അതിലൊരു പ്രധാന സംസ്ഥാനമാണെന്നും JP നദ്ദ രാജ്യസഭയിൽ അറിയിച്ചത്. കേരളത്തിന് എയിംസ് അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് സംസ്ഥാനത്തു നിന്നുള്ള MP മാർ കഴിഞ്ഞ ദിവസം ലോക്സഭയിൽ ബഹളം വെച്ചതും വലിയ വിവാദമായിരുന്നു. എന്നാൽ ഇക്കാര്യത്തിൽ ഒരു ഉറപ്പ് നൽകാൻ കഴിഞ്ഞ ദിവസം തയ്യാറായിരുന്നില്ല. അതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ JP നദ്ദ തന്നെ രംഗത്ത് വന്ന് ഇക്കാര്യത്തിൽ കേരളത്തിന് എയിംസ് എന്ന കാര്യത്തിൽ ഉറപ്പ് നൽകിയിരിക്കുന്നത്. കേരളത്തിൽ എയിംസ് സ്ഥാപിക്കുന്നത് സംബന്ധിച്ച് കേന്ദ്ര ബജറ്റിൽ പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി അടക്കമുള്ളവർ പറഞ്ഞിരുന്നത്. എന്നാൽ കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമൻ പാർലമെന്റിൽ അവതരിപ്പിച്ച ബജറ്റിൽ എയിംസിനെ കുറിച്ച് പരാമർശം ഒന്നും തന്നെ നടത്തിയിരുന്നില്ല. കേരളത്തിൽ എയിംസ് അനുവദിക്കണമെന്നത് വർഷങ്ങളായുള്ള കേന്ദ്ര സർക്കാരിന്റെ വാഗ്ദാനമാണ്. തിരുവനന്തപുരം, കാട്ടാക്കട, എറണാകുളത്ത് 4 ഇടങ്ങളിലുമാണ് കേരളം മുന്നോട്ട് വെച്ച സ്ഥലങ്ങൾ. എന്നാൽ കേരളത്തിന്റെ ശുപാർശകളൊന്നും കേന്ദ്രം അംഗീകരിച്ചിട്ടില്ലെന്നായിരുന്നു കഴിഞ്ഞ ഡിസംബറിൽ കേന്ദ്ര സഹമന്ത്രി പർവീൻ പവാർ പാർലമെന്റിൽ അറിയിച്ചത്. 200 ഏക്കർ ഭൂമിയാണ് എയിംസിന് വേണ്ടി കേരളം ഉറപ്പു നൽകിയത്. ഇതിൽ KSIDCയുടെ കൈവശമുണ്ടായിരുന്ന 150 ഏക്കർ ഭൂമി ആരോഗ്യ വിദ്യാഭ്യാസ ഡയറക്ടർക്ക് കൈമാറി. ഭാവി വികസനം കൂടി ലക്ഷ്യമാക്കി 250 ഏക്കർ ഭൂമിയാണ് സംസ്ഥാന സർക്കാർ കിനാലൂരിൽ സജ്ജമാക്കുന്നത്. 100 ഏക്കർ ഭൂമി സ്വകാര്യ വ്യക്തികളിൽ നിന്നാണ് ഏറ്റെടുക്കേണ്ടത്. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് 4 സ്ഥലങ്ങളാണ് എയിംസിനായി കണ്ടെത്തിയത്. അതിൽ ഏറ്റവും പ്രാധാന്യം നൽകിയിരുന്നത് തിരുവനന്തപുരം കള്ളിക്കാട് പഞ്ചായത്തിലെ നെട്ടുകാൽത്തേരിയിലായിരുന്നു. നെട്ടുകാൽത്തേരി തുറന്ന ജയിലിനോട് ചേർന്ന് കിടക്കുന്ന സ്ഥലമായിരുന്നു അത്. കോട്ടയം മെഡിക്കൽ കോളേജിനോട് ചേർന്ന സ്ഥലം, എറണാകുളത്ത് HMDയുടെ സ്ഥലം, കോഴിക്കോട് കിനാലൂർ എന്നീ കേന്ദ്രങ്ങളാണ് സംസ്ഥാന സർക്കാർ അന്ന് വെച്ച നിർദ്ദേശങ്ങൾ. ഇതിൽ ആവശ്യമായ സ്ഥലം ലഭ്യമായത് നെട്ടുകാൽത്തേരിയിൽ മാത്രമായിരുന്നു. എന്നാൽ പിന്നീട് പല നിർദ്ദേശങ്ങളും പരിഗണിച്ചപ്പോൾ അനുയോജ്യ സ്ഥലം കോഴിക്കോട് കിനാലൂരാണെന്ന് കണ്ടെത്തി. കിനാലൂരിൽ എയിംസ് സ്ഥാപിക്കുന്ന കാര്യത്തിൽ സംസ്ഥാനത്ത് തന്നെ ഇപ്പോൾ ഭിന്നാഭിപ്രായമുണ്ട്. ബജറ്റ് സമ്മേളനത്തിന് മുന്നോടിയായി മുഖ്യമന്ത്രി വിളിച്ചു ചേർത്ത MP മാരുടെ യോഗത്തിൽ രാജ്മോഹൻ ഉണ്ണിത്താൻ MP എയിംസ് കാസർഗോഡ് സ്ഥാപിക്കണമെന്നാണ് ആവശ്യപ്പെട്ടത്. അതിനോടൊപ്പം തന്നെ കേന്ദ്രമന്ത്രിയായ ശേഷം ആദ്യമായി കോഴിക്കോട് എത്തിയ ഘട്ടത്തിൽ സുരേഷ് ഗോപിയും നടത്തിയ പ്രതികരണം കോഴിക്കോട് എയിംസ് കൊണ്ടുവരണം എന്നാണ്. കോഴിക്കോട് എയിംസ് സ്ഥാപിക്കുന്നത് സംബന്ധിച്ച് പാർലമെന്റിൽ താൻ 37 വട്ടം ചോദ്യങ്ങൾ ഉന്നയിച്ചിട്ടുണ്ടെന്നാണ് MK രാഘവൻ MP പറഞ്ഞിരുന്നത്. ഏതായാലും ഇത്തരം വാഗ്വാദങ്ങൾ നടക്കുമ്പോൾ തന്നെ സുരേഷ് ഗോപി അടക്കമുള്ള കേന്ദ്രമന്ത്രിമാരുടെ ഒരു ഇടപെടലാണ് ഇപ്പോൾ എയിംസ് എന്ന് പറയുന്നത് കേരളത്തിന് ഉണ്ടാകുമെന്നൊരു ഉറപ്പ് JP നദ്ദ എന്ന കേന്ദ്രമന്ത്രി ഇപ്പോൾ കേരളത്തിന് നൽകിയിരിക്കുന്നത്. ഇത് വളരെ നിർണായകമായ ഒരു കാര്യമാണ്. എയിംസ് എന്നത് UPA സർക്കാരിന്റെ കാലം മുതൽക്ക് തന്നെ കേരളം ആഗ്രഹിച്ചിരുന്ന ഒരു കാര്യം. അത് യാഥാർത്ഥ്യമാകുന്നു, അല്ലെങ്കിൽ അതിന്റെ പിന്നിൽ പ്രവർത്തിക്കാൻ ഒരുപാട് കരങ്ങൾ ഉണ്ടാകുന്നു എന്ന് പറയുന്നത് തന്നെ നമുക്ക് ആശ്വാസമേകുന്ന കാര്യമാണ്. ഏതായാലും എയിംസ് യാഥാർത്ഥ്യത്തിലേക്ക് എത്തുമ്പോൾ അതിൽ കേന്ദ്രത്തിന്റെ വലിയ നിർണായകമായ കരങ്ങൾ ഉണ്ടായിരിക്കുന്നു. കേരളത്തിന് ആശ്വസിക്കാവുന്ന ഒരു കാര്യം തന്നെയാണ് ഇപ്പോൾ കേന്ദ്രമന്ത്രി JP നദ്ദ പറഞ്ഞിരിക്കുന്നത്.